ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് SSC CGL 2025 മോക്ക് പേപ്പർ 1 ആണ് ചെയ്യാൻ പോകുന്നത്. മാത്സിന് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പുതിയ പാറ്റേൺ വന്നു. പുതിയ പാറ്റേൺ വന്നാലും മാറാത്ത ഒരു കാര്യമുണ്ട്, നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ സിലബസിൽ ചേഞ്ച് വരാത്തിടത്തോളം കാലം കൺസെപ്റ്റ് നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോകുന്നവൻ ആരാണോ അവർക്ക് ഏറ്റവും നന്നായിട്ട് എക്സാം എഴുതാം, ബാക്കിയുള്ളവരെക്കായും മുന്നിലെത്താനും പറ്റും. അപ്പൊ അങ്ങനെ കൺസെപ്റ്റിൽ ഊന്നിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നല്ലതായിട്ടുള്ള, അതായത് മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഉള്ള സമയത്ത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് മോക്ക് പേപ്പർ 1 ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇത് ഓൺലൈൻ ക്ലാസിന്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ഈ ക്ലാസ്സുകളിൽ എൻറോൾ ചെയ്ത് നന്നായിട്ട് പഠിച്ച് നിങ്ങളുടെ എക്സാമിന് വേണ്ടി വിജയിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാം. അപ്പോൾ ഈ നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. SSC എക്സാമുകൾക്ക് വേണ്ടിയുള്ള കംപ്ലീറ്റ് കോഴ്സ് ആപ്ലിക്കേഷനിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ക്ലാസ് ടെക്സ്റ്റ് ബുക്കുകളും നമ്മുടെ ഓഫ്ലൈൻ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ മെമ്പർഷിപ്പും എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷനിൽ നിന്നും എൻറോൾ ചെയ്യാം. ഇത് ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. CGL തന്നെ ചോദിച്ചതും അല്ലെങ്കിൽ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. There are two circles that touch each other externally. Radius of the first circle with the center O is 12 cm. Radius of the second circle with the center A is 8 cm. Find the length of their common tangent BC. ഇവിടെ നമുക്ക് ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. ഫസ്റ്റ് സർക്കിളും സെക്കൻഡ് സർക്കിളും എന്ത് ചെയ്യാണ്, എക്സ്റ്റേണലി ടച്ച് ചെയ്യുകയാണെന്നാണ് പറയുന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ പറയുന്നത് റേഡിയസ് ഓഫ് ദ ഫസ്റ്റ് സർക്കിൾ വിത്ത് സെന്റർ O ഈസ് 12. ഇതിന്റെ റേഡിയസ് 12 ആണ്. അടുത്ത സെന്റർ A ഉള്ള ഇതിന്റെ റേഡിയസ് എത്രയാണ്, 8 ആണ്. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചോദിച്ചിട്ടുള്ളത് എന്താ, വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ കോമൺ ടാൻജന്റ് BC. ഇതാണ് ചോദിച്ചിട്ടുള്ളത്, ലെങ്ത് ഓഫ് ദ കോമൺ ടാൻജന്റ്. രണ്ടിന്റെ കോമൺ ടാൻജന്റ് ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ ഇത് ബിയും ഇത് സിയും ആണെങ്കിൽ BCയുടെ ലെങ്ത് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ലെങ്ത് ഓഫ് കോമൺ ടാൻജന്റ് നമുക്ക് ഫോർമുല ഉണ്ട്, 2 × √R1R2. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ 2 സർക്കിൾസ് ഇതേപോലെ എക്സ്റ്റേണലി ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ ദെയർ ലെങ്ത് ഓഫ് കോമൺ ടാൻജന്റ്. ഇങ്ങനെ എക്സ്റ്റേണലി ടച്ച് ചെയ്യുവാണെങ്കിൽ അതൊരു ഫോർമുല ആയിട്ട് പഠിച്ചോളൂ. എക്സ്റ്റേണലി ടച്ച് ചെയ്യുവാണെങ്കിൽ 2 സർക്കിൾസ് കുറച്ചുകൂടെ എഴുതാം. 2 സർക്കിൾസ് എന്ത് ചെയ്യുകയാണെങ്കിൽ എക്സ്റ്റേണലി ടച്ച് ചെയ്യുവാണ്. അതിന്റെ റേഡിയസ് R1, R2 ആണെങ്കിൽ ആ ഒരു കോമൺ ടാൻജന്റിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 × √R1R2 ആണ്. ഇവിടെ നമുക്ക് 2 × √R1R2 ചെയ്യുമ്പോൾ 2 × √12 × 8 2 × √96. 96 16 × 6 ആണ്. 16 എടുത്തു കഴിഞ്ഞാൽ 2 ഗുണം ഇവിടുന്ന് 16 റൂട്ടിന് പുറത്ത് വരുമ്പോൾ 4 വരും. ബാക്കി ഇവിടെ എന്തുണ്ട്, 6 ഉണ്ട്. അപ്പോൾ 8 √6 സെന്റിമീറ്റർ, 8 √6 സെന്റിമീറ്റർ ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമുല ആയിട്ട് പഠിക്കുക. രണ്ടെണ്ണം ഇങ്ങനെ എക്സ്റ്റേണൽ ആയിട്ട് ടച്ച് ചെയ്യുവാണെങ്കിൽ എൻ്റെ റേഡിയസ് R1 ഉം R2 ആണെന്നുണ്ടെങ്കിൽ എൻ്റെ എക്സ്റ്റേണൽ ആയിട്ട് ടച്ച് ചെയ്യുമ്പോൾ ഉള്ള കോമൺ ടാൻജന്റിന്റെ ലെങ്ത്, ഇങ്ങനെയുള്ള കോമൺ ടാൻജന്റ് ലെങ്ത് 2 × √R1R2 ആണ്. അത് പഠിച്ചു വെക്കുക, നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ട്രയാങ്കിൾ ABC DE പാരലൽ ടു BC ആണ്. AD/DB 4/5 ആണെങ്കിൽ ഇഫ് DEയുടെ ലെങ്ത് വന്നിട്ടുണ്ട് ദെൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് BC. BCയുടെ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ട്രയാങ്കിൾ ABC നമുക്ക് ഈ ഫിഗർ ഒന്ന് വരയ്ക്കേണ്ടി വരും. ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ABC ട്രയാങ്കിളിൽ D എന്ന് പറയുന്ന ലൈൻ BCക്ക് പാരലാണ്. D എന്ന് പറയുന്ന ഈ ഒരു ലൈൻ നമുക്ക് ആരുടെ പാരലാണ്, BCക്ക് പാരലാണ്. ഇവിടെ തന്നിട്ടുണ്ട് AD/DB. AD 4 യൂണിറ്റ് ആണെങ്കിൽ DB എത്ര യൂണിറ്റ് ആണ്, 5 യൂണിറ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ DEയുടെ ഒറിജിനൽ വാല്യൂ തന്നിട്ടുണ്ട്. DE 12 ആണെങ്കിൽ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് BC. വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഈ രണ്ട് ലൈൻ പാരലൽ ആയതുകൊണ്ട് ഈ ഒരു ചെറിയ ട്രയാങ്കിളും ഈ ഒരു വലിയ ട്രയാങ്കിളും എന്തായിരിക്കും, സിമിലർ ട്രയാങ്കിൾ ആയിരിക്കും. അതായത് ഇതിന്റെ കറസ്പോണ്ടിങ് സൈഡുകളെല്ലാം എന്തായിരിക്കും, ഒരേ പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ഈ ആംഗിളും ഈക്വൽ ആണ്, ഇവിടുത്തെ ഈ ആംഗിളും ഈക്വൽ ആണ്. കാര്യം പാരലൽ ലൈനിനെ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ആംഗിൾസ് സെയിം ആണ്. ഇതെന്താണ്, കോമൺ ആംഗിൾ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, ഈ ചെറിയ ട്രയാങ്കിൾ എടുക്കാം, ADE. ചെറിയ ട്രയാങ്കിളിൽ ADE എന്ന് പറയുന്ന ചെറിയ ട്രയാങ്കിളിൽ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് 4 ആണ്. ABC എന്ന് പറഞ്ഞ വലിയ ട്രയാങ്കിളിൽ അതേ ആംഗിളിന് അതേ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ എടുക്കുക, അതിന്റെ ഓപ്പോസിറ്റ് എത്രയാണ്, 5 4
9 നമുക്ക് അറിഞ്ഞിട്ട് ഒറിജിനൽ വാല്യൂ അറിഞ്ഞിട്ട് 4 ആണെങ്കിൽ ഇത് എത്രയാണ്? ഇത് എത്രയാണ്? 5 4 9. 4/9 ഇതിന്റെ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ഇതേ റേഷ്യോ തന്നെ ആയിരിക്കും നമുക്ക് DE ഡിവൈഡഡ് ബൈ ചെറിയ ട്രയാങ്കിളിൽ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് DE ആണ്, വലിയ ട്രയാങ്കിളിൽ ആ കോമൺ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഒറിജിനൽ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര ആയിരിക്കും? BC തന്നിട്ടില്ല, BC ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, DE ബൈ BC ആയിരിക്കും. അപ്പൊ ഡിയുടെ വാല്യൂ ഓൾറെഡി ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. എത്രയാണ്? 12. അങ്ങനെയാണെങ്കിൽ BCയുടെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? 4 വെച്ച് കിട്ടുന്ന സമയത്ത് ഇവിടെ 3 വരും. BC എന്ന് പറഞ്ഞാൽ 9 3 27 സെന്റിമീറ്റർ. BC ഈക്വൽ ടു 9 × 3 27 സെന്റിമീറ്റർ. ആരെങ്കിലും മാത്സിന്റെ എക്സസൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് വീഡിയോ സെർച്ച് ചെയ്ത് ദിശ അക്കാഡമിയിലെ വീഡിയോ സെർച്ച് ചെയ്ത് എന്ത് ചെയ്യാം? അത് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ ഫിഗർ ഫാസ്റ്റ് ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് നമുക്കറിയാം 4:9 ആണ്. ചെറിയ ട്രയാങ്കിളിലെ സൈഡ് 4 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വലിയ ട്രയാങ്കിളിൽ 9 ആയിരിക്കും. ഇവിടുത്തെ ചെറിയ ട്രയാങ്കിളിന്റെ കറസ്പോണ്ടിങ് 4ന്റെ കറസ്പോണ്ടിങ് ആണ് 12. എന്നാൽ 9ന് കറസ്പോണ്ടിങ് എത്ര? 4 12 ആണെങ്കിൽ 4നെ 3 കൊണ്ട് ഗുണിക്കുന്നത് 9നെ എത്ര കൊണ്ട് ഗുണിക്കണം? 9 × 3 27. ഈ ഒരു സ്റ്റെപ്പ് എഴുതുന്നതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, മിക്സറിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് പറയുന്നത് മിക്സറായിട്ട് പഠിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കൂ. എ വെസൽ ഈസ് ഫിൽഡ് വിത്ത് എ ലിക്വിഡ് 5 parts of which are water and 11 parts are syrup. What part of the mixture must be drawn off and replaced with water so that the mixture may be syrup and water in the ratio 3:2? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ? യെസ്, യെസ്. നമുക്ക് നോക്കാം. എ വെസൽ ഈസ് ഫിൽഡ് വിത്ത് ലിക്വിഡ് 5 parts of which are water, 11 parts എന്താണ്? സിറപ്പാണ്. അപ്പൊ നമുക്ക് ഇനിഷ്യൽ റേഷ്യോ ഉണ്ട് നമ്മുടെ വാട്ടറിന്റെയും സിറപ്പിന്റെ റേഷ്യോ ആണ് ഇത് തന്നിട്ടുള്ളത്. വാട്ടർ എന്താണ്? 5 പാർട്ട് ആണെങ്കിൽ സിറപ്പ് എന്താണ്? 11 പാർട്ടാണ്. വാട്ടർ 5 പാർട്ട് ആണെങ്കിൽ സിറപ്പ് 11 പാർട്ടാണ്. വാട്ട് പാർട്ട് ഓഫ് ദ മിക്സർ മസ്റ്റ് ബി ഡ്രോൺ ഓഫ് ആൻഡ് റീപ്ലേസ്ഡ് വിത്ത് വാട്ടർ. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ റീപ്ലേസ് ചെയ്യുന്നത്? വാട്ടർ കൊണ്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. വാട്ടർ കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സിറപ്പിനെ സെയിം ആക്കി വെക്കണം. സോ ദാറ്റ് ദ മിക്സർ മസ്റ്റ് ബി സിറപ്പ് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 3:2. 3:2 എന്ത് ചെയ്യേണ്ടത്? 3:2 എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഫൈനൽ റേഷ്യോ. ഇത് ഇനിഷ്യൽ റേഷ്യോ ആണ്. ഇത് ഫൈനൽ റേഷ്യോ ആണ്. ഇവിടെ എന്താ? സിറപ്പ് ഈക്വൽ ആക്കണം. അപ്പൊ സിറപ്പ് ഈക്വൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ സിറപ്പിനെ ഇവിടെ 11 ആണ്, സിറപ്പ് ഇവിടെ 2 ആണ്. സിറപ്പിനെ ഇവിടെ 3 കൊണ്ട് ഗുണിക്കുന്നു, ഇവിടെ 11 കൊണ്ട് ഗുണിക്കും. സോറി, ഇവിടെ 3 കൊണ്ട് ഗുണിച്ചാൽ 5:11 ആയിരുന്നു ഫൈനൽ റേഷ്യോ. സിറപ്പാണ് തിരിച്ച 2:3 ആണ് കേട്ടോ. വാട്ടറില്ലേ നമ്മൾ ആദ്യം എഴുതി. തിരിച്ച് എഴുതിയാലും കുഴപ്പമില്ല, തിരിച്ച് എഴുതണമെന്നേ ഉള്ളൂ. സിറപ്പ് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 2 ആണെങ്കിൽ ഇത് 3 ആണ്. ഇവിടെ 11 കൊണ്ട് ഗുണിക്കണം, ഇവിടെ 3 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 3 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് ഇവിടെ ഇനി ഇത് എടുത്താൽ മതി കേട്ടോ. ആ 3 കൊണ്ട് ഗുണിച്ച വാല്യൂ എടുത്താൽ മതി. ഇത് നോക്കേണ്ട ആവശ്യമില്ല. 15:33 ഇരുന്ന സാധനം ഇപ്പൊ എന്തായി? 11 കൊണ്ട് ഗുണിക്കുമ്പോൾ 22:33. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ എന്തോ മിക്സർ എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു. സെയിം വാല്യൂ. റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം അതേ എമൗണ്ട് തന്നെ തിരിച്ചൊഴിച്ചു. അപ്പൊ 15 എന്നുള്ള സാധനം ഇനി ഇതേ നോക്കാവേ. ഇനി നമുക്ക് എന്തായി? സിറപ്പ് ഈക്വൽ ആയി. പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് റേഷ്യോ എന്ത് ചെയ്യാം? കമ്പൈൻ ചെയ്യും. അതൊക്കെ റേഷ്യോ പ്രൊപ്പോർഷൻ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഓക്കെ, പഠിച്ച കാര്യമാണ്. 15 എന്നുള്ള വാട്ടർ എന്തായി? 22 ആയി. എത്ര യൂണിറ്റാ കൂടിയത്? 7 യൂണിറ്റാ കൂടിയത്. അതിനർത്ഥം 7 യൂണിറ്റ് വാട്ടർ നമ്മൾ എന്ത് ചെയ്തു? ഒഴിച്ചു. അതായത് 7 യൂണിറ്റ് വാട്ടർ ഒഴിച്ചാൽ റീപ്ലേസ്മെന്റ് ആണ്. എടുത്ത മിക്സറും എത്ര തന്നെ ആയിരിക്കും? 7 യൂണിറ്റ് തന്നെ ആയിരിക്കും. ക്വസ്റ്റ്യൻ എന്താ? വാട്ട് പാർട്ട് ഓഫ് ദ മിക്സ്ചർ മസ്റ്റ് ബി ഡ്രോൺ ഓഫ്. 7 തന്നെ എടുക്കണം. ടോട്ടൽ എത്രല്ലേ? 22:33 അല്ലെങ്കിൽ 22:33. കാര്യം ടോട്ടൽ എന്തായിരുന്നു? ഇത് 7 എടുത്തതിന് ശേഷമുള്ളതാണ് കേട്ടോ. 7 മിക്സർ എടുത്തതിന് ശേഷമാണ് ഈ 15:33. ടോട്ടൽ എത്ര തന്നെയാണ്? ടോട്ടൽ ഇതാണ്. 7 തിരിച്ചൊഴിച്ചു. അത് 7 എടുത്തിട്ട് 7 തിരിച്ചൊഴിച്ചപ്പോഴാണ് നമുക്ക് എന്ത് വന്നത്? ഫൈനൽ ഇത്രയും റേഷ്യോ വന്നത്. ടോട്ടൽ 22:33. 55-ല് 7 പാർട്ടാണ് എന്ത് ചെയ്യുന്നത്? എടുക്കേണ്ടത്. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചോളൂ. ഈ ഒരു ഷോർട്ട് കട്ട് പഠിച്ചോളൂ. ഇവിടെ എന്താ നമ്മൾ സംഭവിച്ചത്? ഇവിടെ 5 പാർട്ട് ഇങ്ങനായിരുന്നു കിടന്നത്. നിലവിൽ സിറപ്പ് ആദ്യം എഴുതിയാൽ 11:5 കിടന്നത്. അപ്പോൾ അതിൽ നിന്ന് മിക്സർ എടുത്തിട്ട് എന്ത് ചെയ്തു? വാട്ടർ തിരിച്ചൊഴിച്ചു എന്ന് പറഞ്ഞാൽ റേഷ്യോ എന്തായി? 3:2 ആയി.
വാട്ടർ ആണ് തിരിച്ചൊഴിക്കുന്നെങ്കിൽ സിറപ്പിന്റെ അളവ് മാറരുത്. സിറപ്പിന്റെ അളവ് മാറില്ലെങ്കിൽ ഇവിടെ 3 കൊടുക്കുക, ഇവിടെ 11 കൊടുക്കുക. സിറപ്പ് എന്തായി? 33, 15 ഉള്ള സാധനം 33, 22ആയി. അതായത് 7 യൂണിറ്റ് ആണ് നമ്മൾ ഒഴിച്ചത്. ഇനിഷ്യൽ എത്ര ഉണ്ടായിരുന്നു? ഇതാണ് ഫൈനൽ വാല്യൂ. 7 യൂണിറ്റ് ഒഴിച്ചതിന് ശേഷം ഇത്രയും തന്നെയായിരുന്നു ഇനിഷ്യലും ഉള്ളത്. കാര്യം എന്താ? എടുത്ത മിക്സർ എത്രയാണോ ഇത്രയും തന്നെയാണ് തിരിച്ചൊഴിച്ചത്. ഓക്കെ, ഇത്രയും വാട്ടറാണ് തിരിച്ചൊഴിച്ചത്. നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്ത് ചെയ്യും. യെസ്, മിക്സർ എടുത്തതിന് ശേഷമാണ് ഇത് കേട്ടോ. എടുത്തതിന് ശേഷം ഇതേ റേഷ്യോ ആണ്. ആഫ്റ്റർ ടേക്കിംഗ് ഔട്ട് മിക്സ്ചർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അലിഗേഷൻ വഴിയും ചെയ്യാം. ഈ വഴി ചെയ്യുന്നതായിരിക്കും എളുപ്പം. അടുത്ത ദിവസം ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. എക്സ് സ്ക്വയർ മൈനസ് 8x മൈനസ് 1ന്റെ വാല്യൂ 0 ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² വേണം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ എല്ലാത്തിനും എക്സ് കൊണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യാം. എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x²/x എക്സ് കിട്ടും, മൈനസ് 1/x കിട്ടും, ഈക്വൽ ടു ഇവിടെ -8x ഞാൻ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സും വെട്ടിപ്പോയി -8 ഇവിടെ വരും. അത് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? +8 ആവും. എക്സ് മൈനസ് 1/x വാല്യൂ 8 ആണെങ്കിൽ x² + 1/x² ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? JCB എന്ന് പറയുന്ന മെത്തേഡ് അപ്ലൈ ചെയ്യും. JCB മെത്തേഡൊക്കെ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. വിശ അക്കാഡമി ചാനലിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓൾജിബ്ര CGL ക്ലാസ് ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ഇവിടെ x മൈനസ് 1/x നിന്നും x² + 1/x² വേണമെങ്കിൽ ചെറിയ പവറിൽ നിന്നും വലിയ പവർ. JCB മെത്തേഡ് തിരിച്ചാണ്. JCB മെത്തേഡ് ഓൾറെഡി പഠിപ്പിച്ചാണ്. x മൈനസ് 1/x നിന്നും x² + 1/x² കണ്ടുപിടിക്കണമെങ്കിൽ x മൈനസ് 1/x k ആണെങ്കിൽ x² + 1/x² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? k² + 2 ആയിരിക്കും. ഇതിന്റെ സ്ക്വയർ +2 ആൻസർ എന്ത് കിട്ടും? x² + 1/x² = 8ന്റെ സ്ക്വയർ 64 + 2 66. ഇത് പേന എടുക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നത്? ഇത് കാണുമ്പോൾ തന്നെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിനെ ഒരു ഇക്വേഷനിലോട്ട് കൊണ്ടുവരിക. കാര്യം ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ x മൈനസ് 1/xന്റെ വാല്യൂ 8 ആണെങ്കിൽ x² + 1/x². x മൈനസ് 1/x k ആണെങ്കിൽ x² + 1/x² എന്തായിരിക്കും? k² + 2 ആയിരിക്കും. ശ്രദ്ധിച്ചോണം, പ്ലസ് ആയിരിക്കും. മൈനസിന് പ്ലസിലോട്ടാവും. അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ ഇതൊന്ന് ചെയ്ത് നോക്കേ. Yes. In the given figure, O is the center of the circle and angle AOB എത്രയാണ്? AOB 130 ആണ്. Find APB. APB ആണ് കണ്ടുപിടിക്കുക. AOB ഉണ്ട്, APB ഉണ്ട്. ഇപ്പോൾ സെന്റർ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം. ഈ AOBയിൽ തന്നിട്ടുള്ള 130 ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ മേളിലോട്ട് എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്യുന്നു. മേളിലോട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? ഇത് 130 ആണെങ്കിൽ AB എന്ന് പറയുന്ന കോഡ് സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇത് എത്ര കിട്ടും? 65 കിട്ടും. ഇത് M എന്ന് കൊടുത്താൽ AMBP എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അതായത് ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 വശങ്ങളുള്ള പോളിഗണിന്റെ എല്ലാ വെർട്ടെക്സും ഒരു സർക്കിളിൽ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എത്ര ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇത് 65 ആണെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ഇത് എത്ര ആയിരിക്കും? ബാക്കി 115 ഡിഗ്രി ആയിരിക്കും. എങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ? ഇതിന്റെ സമ്മ് 180 ഡിഗ്രി വരത്തുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത a 4-digit number ABBA is divisible by 4 and A less than B. How many such numbers are there? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യാൻ പറ്റും? യെസ്, അപ്പൊ ഇവിടെ ഒരു 4-digit നമ്പർ ഉണ്ട്. ആ നമ്പർ എന്താണ്? ABBA ഫോമിലാണ്. ഡിവിസിബിൾ ബൈ 4. ഒരു നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ അതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്തായിരിക്കണം? ലാസ്റ്റ് 2 ഡിജിറ്റ് 4 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ അങ്ങനെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയുണ്ട്? ലാസ്റ്റ് 2 ഡിജിറ്റ് 4ന്റെ മൾട്ടിപ്പിൾ ആവുന്നത് ABBA ആണ്. യെസ്, അത് A ലെസ് ദാൻ B അല്ലെങ്കിൽ A B ചെറുതാണ്. അപ്പൊ B ആണ് വലുത്. ഇപ്പൊ 12 കൊടുക്കാൻ പറ്റത്തില്ല, 22 കൊടുക്കാൻ പറ്റത്തില്ല, 32 കൊടുക്കാം. 32 കൊടുക്കുമ്പോൾ ലാസ്റ്റ് 32 കൊടുക്കുമ്പോൾ 2 3 3 2 32 മൾട്ടിപ്പിൾ ആണ്. 36 പറ്റത്തില്ല, വലുത് വേണം. 36 പറ്റത്തില്ല, 40 പറ്റത്തില്ല, 44 പറ്റത്തില്ല, 48 പറ്റത്തില്ല, 52. B വലുതാണ്. 52 കൊടുക്കുമ്പോൾ 2 5 5 2 56 പറ്റത്തില്ല,
കാര്യം എന്താ, ബി എ ലെസ് ദാൻ ബി ആണ്, എ ലെസ് ദാൻ ബി ആണ്. അപ്പൊ ഇവിടെ കിടക്കുന്ന വലുതായിരിക്കണം. 56 പറ്റത്തില്ല, 60 പറ്റത്തില്ല, 60 0 പറ്റത്തില്ല, 0 വന്നാൽ 4 ഡിജിറ്റ് നമ്പർ പറ്റത്തില്ല, അത് ഞാൻ പറഞ്ഞുതരാം. 60 പറ്റത്തില്ല, 64 67 പറ്റും, 4664 64, 68 പറ്റത്തില്ല, 72 പറ്റും, 72 ആകുമ്പോൾ 2772. അടുത്ത 76 പറ്റും, 6776. 80 പറ്റത്തില്ല, 84 പറ്റും, 84 പറ്റുമെങ്കിൽ 4884. അടുത്ത 88 പറ്റത്തില്ല, 92 പറ്റും, 2992. 96 പറ്റുമോ? 96 പറ്റും, 6996. അപ്പൊ ഇത്രയും നമ്പേഴ്സ് 1 2 3 4 5 6 7 8 8 നമ്പേഴ്സാണ് അങ്ങനെ ഉള്ളത്. അപ്പൊ എന്തുകൊണ്ടാ 0 പറ്റാത്തത്? ഇപ്പൊ നമ്മള് 0 20 എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾ. അപ്പൊ 0 to 20 എന്ന് പറയുന്ന നമ്പർ പറ്റുമോ? ഇല്ല. കാര്യം എന്താ, ഇതെന്തായിരിക്കും 0 സ്റ്റാർട്ട് ചെയ്താൽ ഇതെന്താണ്, ഇത് 3 ഡിജിറ്റ് നമ്പറാണ്. 3 ഡിജിറ്റ് ആവും, 4 ഡിജിറ്റ് ആവില്ല. 0 വന്ന് എന്തെടുത്താലും നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, 3 ഡിജിറ്റേ കിട്ടത്തുള്ളൂ. കാര്യം സ്റ്റാർട്ട് ചെയ്യുന്ന എന്തിനായിരിക്കും, ഇവിടെ 0 ആയി കഴിഞ്ഞാൽ ഇവിടെ 0യിൽ സ്റ്റാർട്ട് ചെയ്യും. 40 60 80 അതൊന്നും എടുക്കാൻ പറ്റത്തില്ല. 8 നമ്പേഴ്സാണ്, ഇങ്ങനെയുള്ള 8 നമ്പേഴ്സാണ് എന്തുള്ളത്, 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഉള്ള നമ്പർ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി ചെയ്യേണ്ടതാണ്. ഇവിടെ വേറെ ഷോർട്ട് കട്ടോ കാര്യങ്ങളൊന്നുമില്ല, സ്വന്തമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, എഴുതി ചെയ്യേണ്ടി വരും. അടുത്ത ക്വസ്റ്റ്യൻ, ഓൾജിബ്രയിലെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കേ. അപ്പൊ x² + 1/x² വാല്യൂ 6 ആണെങ്കിൽ എക്സ് ലിമിറ്റ് തന്നിട്ടുണ്ട്. വാട്ട് ഇസ് വാല്യൂ ഓഫ് x⁴ - 1/x²? ഇപ്പൊ x⁴ - 1/x⁴ നമുക്ക് പോകുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? x + 1/x തന്നിട്ടുണ്ട്, x² - 1/x² പോകാം. എങ്ങനെ ചെയ്യാൻ പറ്റും? ചെയ്ത് നോക്കേ, ചെയ്തേ. ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ, x⁴ - 1/x⁴ എന്ന് പറഞ്ഞാൽ എന്താണ്, x² + 1/x² ഇൻറ്റു x² - 1/x² ആണ്. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോ x 0ക്കും 1നും ഇടയ്ക്കാണെങ്കിലേ 1/x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ x ആയിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം x-ന്റെ ഇടയ്ക്കുള്ള 1/2 ആണെന്ന് വെച്ചു. അപ്പോൾ 1/x എന്ന് പറയുമ്പോൾ x-ന്റെ വാല്യൂ 1/2 ആണെങ്കിൽ 1/x 2 ആയിരിക്കും. അത് 1/x ഗ്രേറ്റർ ദാൻ x ആയിരിക്കും. അപ്പൊ നമ്മൾ x - 1/x എന്ന് പറഞ്ഞ വാല്യൂ കണ്ടുപിടിച്ചാൽ എന്തായിരിക്കും, അത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഇതിനകത്ത് ആരുണ്ട്, x² - 1/x² പറഞ്ഞാൽ x + 1/x ഇൻറ്റു x - 1/x. x - 1/x നെഗറ്റീവ്, ഒരു ആൻസർ അപ്പോൾ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇത് രണ്ട് ഏതുമാണ് നമ്മുടെ ആൻസർ എന്ന് മനസ്സിലായി. ആൻസർ എന്താണ്, നെഗറ്റീവ്. ഇനി നമുക്കൊരു ഫോർമുല ഉണ്ട്, x² + 1/x² വാല്യൂ അറിയാമെങ്കിൽ k ആണെങ്കിൽ x² - 1/x² എന്താണ്, x² + 1/x² ആണെങ്കിൽ √k² - 4 ആണ്. k² - 4 ആണ്. എപ്പോ x ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇനി 0ക്കും 1നും ഇടയ്ക്കാണ് x എങ്കിൽ, അല്ലെങ്കിൽ x ലെസ് ദാൻ 1 ആണെങ്കിൽ x² + 1/x² k ആണെങ്കിൽ x² - 1/x² എന്ത് വരും, മൈനസ് കൊടുക്കണം, -√k² - 4. എന്തുകൊണ്ട് ഈ മൈനസ് വരുന്നത്, ഇവിടെ x - 1/x എന്തായതുകൊണ്ട്, നെഗറ്റീവ് ആയതുകൊണ്ട്. ഈ ഒരു കൺസെപ്റ്റ് അറിയാവുന്ന ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അല്ലാത്തൊരു എന്ത് ചെയ്യത്തേ ഉള്ളൂ, ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കത്തേ ഉള്ളൂ. നല്ല രീതിയിൽ ഇപ്പൊ 100% പേര് എഴുതിയാൽ 30% താഴെ മാത്രം ആൻസർ കൊടുക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ x² + 1/x² ഉണ്ട്. അങ്ങനെയാണെങ്കിൽ x² - 1/x² വാല്യൂ നമുക്ക് എന്ത് കിട്ടും, √, കാര്യം എന്തുകൊണ്ടാണ് മൈനസ്, ഈ കണ്ടീഷൻ ശ്രദ്ധിക്കണം. -√k², 36 - 4 -√32 -√32. ഇനി എനിക്ക് -16 × 2 4√2 -4√2 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ എന്ത് കിട്ടും, x⁴ - 1/x⁴ എന്ന് പറഞ്ഞാൽ x² + 1/x², 6 × x² - 1/x². a + b × a - b എന്ന് പറഞ്ഞാൽ a² - b² ആണ്. ഇതും ഇതിന്റെ പ്ലസും ഇതിന്റെ മൈനസൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ സ്ക്വയറിന്റെ ഡിഫറൻസ് കിട്ടും. a + b × a - b എന്ന് പറഞ്ഞാൽ എന്താണ്, a² - b². യെസ്. ഇവിടെ 6 × -4√2 -24√2 +24√2 അല്ല, ഇതെന്താണ്, നിങ്ങളുടെ സില്ലി മിസ്റ്റേക്ക് ആണ്. ഇത് അറിയാതെ ചെയ്യുന്നവർ എന്ത് ചെയ്യത്തേ ഉള്ളൂ, ഇത് തെറ്റിക്കത്തേ ഉള്ളൂ. ഈ സില്ലി മിസ്റ്റേക്ക് വരുത്താതെ നോക്കാം. ഓപ്ഷൻ ബി ആണ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചിട്ട് പോകേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു കണ്ടീഷൻ നോക്കിക്കോളാം. കണ്ടീഷനൊക്കെ എന്ത് ചെയ്യും, ക്വസ്റ്റ്യനകത്ത് തരുന്നതായിരിക്കും. അടുത്ത
എ ബോട്ട് ഗോസ് 20 കിലോമീറ്റർ അപ്സ്ട്രീം ആൻഡ് 44 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഇൻ 8 hours. In 5 hours, it goes 15 kilometer upstream and 22 kilometer downstream. Determine the speed of the boat in still water. ബോട്ടിന്റെ സ്പീഡാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു ഈ ക്വസ്റ്റ്യൻ അല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യുമായിരുന്നു? 20 കിലോമീറ്റർ അപ്സ്ട്രീം ബോട്ടിന്റെ സ്പീഡും സ്ട്രീമിന്റെ സ്പീഡും കുറയ്ക്കാം. അപ്സ്ട്രീം സ്പീഡ് ഇതാണ് ടൈം ഓഫ് 20 കിലോമീറ്റർ അപ്സ്ട്രീം പോകാനുള്ള ടൈം. പ്ലസ് 44 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ബോട്ടിന്റെ സ്പീഡ് സ്ട്രീമിന്റെ സ്പീഡ് കൂട്ടുമ്പോൾ 8 കിട്ടി. 5 hours എന്ത് ചെയ്യുന്നു? 15 കിലോമീറ്റർ അപ്സ്ട്രീം ബോട്ടിന്റെ സ്പീഡ് മൈനസ് സ്ട്രീമിന്റെ സ്പീഡ്. ഇതാണ് അപ്സ്ട്രീം സ്പീഡ്. പ്ലസ് 22 കിലോമീറ്റർ ബോട്ടിന്റെ സ്പീഡ് സ്ട്രീമിന്റെ സ്പീഡ്. ഇത് കൂട്ടുമ്പോൾ 5 കിട്ടും. ഞാൻ ബിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ ഇക്വേഷനൊക്കെ എഴുതി ചെയ്യുവാൻ. പക്ഷെ ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ എന്താണ് സമയം ഒരുപാട് വേസ്റ്റ് ആവും. നമുക്ക് ഇതിന്റെ ഷിഫ്റ്റിംഗ് മെത്തേഡ് വേറെ ഒന്നും ചെയ്യണ്ട. ഇവിടെ നോക്കുക, ഇവിടെ 44ഉം 22ഉം. അതായത് നമുക്ക് മനസ്സിലായി ആ ഡൗൺ സ്ട്രീമിലെ സ്പീഡ് എന്താണ്. കാര്യം ഇവിടെ ഇൻഡിജർ കിട്ടുന്നുണ്ട്, ഇവിടെ ഇൻഡിജർ കിട്ടുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ ഡൗൺ സ്ട്രീമിലെ സ്പീഡ് എന്താണ്. ഇതൊരു 11ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഞാനിവിടെ ഇതിന് 6 കൊടുത്താൽ ബോട്ടിന്റെ സ്പീഡ് എന്ത് വരും? ബോട്ടിന്റെ സ്പീഡ് 6 കൊടുത്താൽ സ്ട്രീമിന്റെ സ്പീഡ് 5 വരും. ഇത്രയും ക്ലോസ് ഒന്നും വരത്തില്ല, ഒരിക്കലും അടുത്തടുത്ത് വരത്തില്ല. അതിന് ബോട്ടിന്റെ സ്പീഡ് സ്ട്രീമിന്റെ സ്പീഡ് നല്ല അത്യാവശ്യം ദൂരം കാണും. ഒന്നുകിൽ 10 കൊടുക്കാം, അല്ലെങ്കിൽ 8 കൊടുക്കാം. 10 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ബോട്ടിന്റെ സ്പീഡ് 10 കൊടുത്താൽ സ്ട്രീമിന്റെ സ്പീഡ് 1 കൊടുത്തെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? ഇവിടെ 20 മൈനസ് 20/b-s എന്ത് വരും? 9 വരും. അതൊരിക്കലും പോസിബിൾ അല്ല, ഒരിക്കലും പോസിബിൾ അല്ല. ഞാൻ 8 കൊടുത്തു നോക്കാം. 8 കൊടുക്കുകയാണെങ്കിൽ ബോട്ടിന്റെ സ്പീഡ് 8 കൊടുക്കുകയാണെങ്കിൽ സ്ട്രീമിന്റെ സ്പീഡ് എന്ത് കൊടുത്തു? 3 കൊടുത്തു. ഇവിടെ 8 3 11 വന്നു. ഇവിടെ എന്ത് വന്നു? അപ്പൊ ഞാൻ അസ്യൂം ചെയ്തു ബോട്ടിന്റെ സ്പീഡ് എസും 8ഉം സ്ട്രീമിന്റെ സ്പീഡ് 3. അങ്ങനെ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കാം. 20/8 - 3 20/5 4 പ്ലസ് 47 ഡിവൈഡഡ് ബൈ 8 3 11 47/4 4 4 4 8 സാറ്റിസ്ഫൈ ചെയ്തു. ഇവിടെ ഇങ്ങോട്ട് നോക്കാം. 15/8 - 3 5 15/5 3 കിട്ടി. പ്ലസ് 22/11 2 3 2 5 സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ ഈ സാറ്റിസ്ഫൈ ചെയ്തത് എന്താണ്? വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഇങ്ങനെ എന്ത് ചെയ്തില്ല, ഒരുപാട് പേര് നിങ്ങളിൽ പഠിക്കുന്ന എത്ര പേര് ഈ ഒരു മെത്തേഡിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പഠിത്തം മാറ്റേണ്ട സമയമായി. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തോളൂ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഓപ്ഷനിൽ നിന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു കാര്യം കാണുമ്പോൾ ഇതൊക്കെ എന്താണ്? ഐഡിയാസ് ആണ്. ആ ഐഡിയാസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കാം? ഉപയോഗിക്കാൻ നോക്കാം. കാൽക്കുലേഷൻ നിങ്ങളെ ഒരുപാട് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. ഓപ്ഷൻ സി 8 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ബോട്ടിന്റെ സ്പീഡ്. ഒരു കാൽക്കുലേഷൻ ചെയ്യാതെ എന്ത് ചെയ്തു? നമ്മൾ ഇത് ചെയ്തു. അടുത്ത ടൈം വർക്കിലെ ഒരു ക്വസ്റ്റ്യൻ. 4 men's work is equal to 6 men's work and 4 women's work is equal to 6 boys' work. A boy can finish the work in 60 days. In how many days can the work be finished by a man and a woman too? വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓരോരുത്തരുടെ എഫിഷ്യൻസി, മാൻ്റെ എഫിഷ്യൻസി എം എന്നും വുമൻ്റെ എഫിഷ്യൻസി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് W എന്നും കൊടുത്താൽ, ബോയുടെ ഒരു ദിവസത്തെ എഫിഷ്യൻസി B എന്നും കൊടുത്താൽ, ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? 4 men equal to 6 women. അപ്പോൾ മെൻ ബൈ വുമൺ ഇവിടുന്ന് എന്ത് കിട്ടും? 6/4 3/2 കിട്ടും എഫിഷ്യൻസി. രണ്ടാമത്തെ കേസിലെ 4 വുമൻസ് എഫിഷ്യൻസി ഈക്വൽ ടു 6 ബോയ്സ് എഫിഷ്യൻസി. ഇവിടുന്ന് വുമൺ ബൈ ബോയുടെ വാല്യൂ എന്ത് കിട്ടും? 6/4 അല്ലെങ്കിൽ 3/2 എന്ന് കിട്ടും. അപ്പോൾ മാൻ വുമൺ ബോയ് ഇവരുടെ കമ്പൈൻഡ് എഫിഷ്യൻസി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതെങ്ങനെയാണ് ഒറ്റ സ്റ്റെപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. മാൻ്റെ 3 ആണ്, വുമൻ്റെ 2 ആണ്. വുമൻ്റെ 3 ആകുമ്പോൾ ബോയുടെ 2 ആണ്. ഇവിടെ പറയുന്നു വുമൻ്റെ 2 ആണെന്ന്, ഇവിടെ പറയുന്നു വുമൻ്റെ 3 ആണെന്ന്. രണ്ടും എന്താക്കണം? സെയിം ആക്കണം. സെയിം ആക്കാൻ വേണ്ടി ഇവിടെ 3 കൊണ്ട് ഗുണിക്കുന്നു, ഇവിടെ 2 കൊണ്ട് ഗുണിക്കുന്നു. റേഷ്യോ കമ്പൈൻ ചെയ്യുന്ന പരിപാടിയാണ്. 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ 9, ഇവിടെ 6. 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ 6 തന്നെ വന്നു. 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ 4. അപ്പം 9:6:4 ആണ് ഇവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നു എ ബോയ് ക്യാൻ ഫിനിഷ് ദ വർക്ക് ഇൻ 60 days. അപ്പോൾ ബോയുടെ എഫിഷ്യൻസി 4 ആണെങ്കിൽ ടോട്ടൽ വർക്ക് എന്ത് കിട്ടും നമുക്ക്? 4 × 60. 60 ദിവസം, ഒരു ദിവസം 4 വെച്ച് ചെയ്യാൻ. ഈ ഒരു വർക്ക് ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എഫിഷ്യൻസി ആണ് നമ്മുടെ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് 4 × 60 ആണ് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. എത്ര പേരുണ്ട്? ഫിനിഷ്ഡ് ബൈ എ മാൻ ആൻഡ് എ വുമൺ. മാൻ ആൻഡ് എ വുമൺ എന്ന് പറഞ്ഞാൽ മാൻ്റെ എഫിഷ്യൻസി എത്ര ആണ്? 9 ആണ്. വുമൻ്റെ എഫിഷ്യൻസി 6 ആണ്. 9 + 6 15 ആണ്. 15 60 വെച്ച് കിട്ടുമ്പോൾ 4 4 4 16 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? ഒരു മാനും ഒരു വുമണും എന്ത് ചെയ്യും? ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ 4 മെൻ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് എഴുതാം. മെൻ വുമൺ ബോയ്. 4 മെൻ്റെ വർക്ക് 4 മെൻ വർക്ക് ഈക്വൽ ടു 6 വുമൺസ് വർക്ക്. അപ്പോൾ വുമണും മെന്നും എഫിഷ്യൻസി എഴുതാം.
മെന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വുമന്റെ കൂടെ കിടക്കുന്നത് 3 ആണെങ്കിൽ വുമന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മെന്നിന്റെ കൂടെ കിടക്കുന്നത് 2 ആണ്. 6നെ 4നെ വെട്ടി. 4 വുമന്റെ വർക്ക് ഈക്വൽ ടു 6 ബോയ്സ് വർക്ക്. അപ്പൊ വുമന്റേത് 6 ആണെങ്കിൽ ബോയുടെ 4 ആണ്, ഇത് 3 ആണെങ്കിൽ ഇത് എത്രയാണ്? 2 ആണ്. ഈക്വൽ ആക്കുക 9, 6, 4. 60 ഗുണം 4 240 ആണ് ടോട്ടൽ വർക്ക്. അത് 15 വെച്ച് എത്രയാ? 16 ആൻസർ കിട്ടും. സ്പീഡിൽ ചെയ്യുക, ഒരുപാട് എഴുതേണ്ട ആവശ്യമില്ല. സ്റ്റെപ്പ് എത്ര സ്കിപ്പ് ചെയ്യാമോ അത്രയും സ്കിപ്പ് ചെയ്ത് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ എല്ലാ ടൈപ്പ് ചാപ്റ്ററിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. ഒരു മിക്സ്ഡ് പ്രാക്ടീസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും വേണം ക്ലാസ് ഇതേപോലെ മിക്സ്ഡ് പ്രാക്ടീസ് വേണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, എ പോലീസ്മാൻ സോ എ തീഫ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 400 meter. The thief started running at a speed of 10 km/h and the policeman chased him at a speed of 12 km/h in the same direction. At what distance from the starting point will the policeman catch the thief? അപ്പോൾ ഇവിടെ ഇവർ തമ്മിലുള്ള ദൂരം എത്ര ഉണ്ട്? 400 മീറ്ററിന്റെ ദൂരമുണ്ട് നമ്മുടെ പോലീസും കള്ളനും തമ്മിൽ. രണ്ടുപേരും ഓടുകയാണ്. തീഫ് എന്ത് ചെയ്തു? 10 km/h ഓടി. പോലീസ്മാൻ എന്ത് ചെയ്തു? 12 km/h ഓടി. 1 മണിക്കൂറിൽ 10 കിലോമീറ്റർ ഓടും, 1 മണിക്കൂറിൽ 12 കിലോമീറ്റർ ഓടും. സെയിം ഡയറക്ഷനാണ് ഓടിയത്. ബട്ട് അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഇവിടെ നിന്ന് എത്ര ദൂരത്തിൽ ആരെ പിടിക്കും? പോലീസ്മാൻ കള്ളനെ പിടിക്കും എന്നാ ചോദിച്ചു. അപ്പൊ ഈ പിടിക്കും എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെയാണ്? ഈ പിടിക്കുന്നത് എങ്ങനെയാണ്? പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇടയ്ക്കുള്ള ഈ ദൂരം ഉണ്ടല്ലോ, 400 മീറ്ററിന്റെ ഈ ദൂരം കുറഞ്ഞ് 0 ആവും. അപ്പൊ ഇവിടെ 1 മണിക്കൂറിൽ ഇവൻ 10 പോയാൽ 1 മണിക്കൂറിൽ ഇവൻ 12 പോകുന്നു. അതായത് 60 മിനിറ്റിൽ എന്ത് ചെയ്യുന്നു? പോലീസ് കള്ളനേക്കാളും 2 കിലോമീറ്റർ അല്ലെങ്കിൽ 2000 കിലോമീറ്റർ 2000 മീറ്റർ 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 2000 മീറ്റർ എന്ത് ചെയ്യുന്നു? അധികം കവർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ 400 മീറ്റർ അധികം കവർ ചെയ്യാൻ പോലീസിന് എത്ര സമയം എടുക്കും? ഇതിനെ ബൈ 5 ആണ്, ഇതിനെയും ബൈ 5. 12 മിനിറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇത് കൺസെപ്റ്റ് ആണ്. 12 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും? ഇയാള് പോലീസ് കള്ളനുമായിട്ടുള്ള ആ ഒരു 400 മീറ്ററിന്റെ ദൂരം എന്ത് ചെയ്യും? കവർ ചെയ്യും. 60 മിനിറ്റ് കൊടുത്താൽ അയാൾ 2000 മീറ്റർ അധികം ഓടും കള്ളനേക്കാളും. കള്ളൻ ഓടുന്നതിനേക്കാളും 400 മീറ്റർ അധികം കവർ ചെയ്ത് കള്ളനെ എന്ത് ചെയ്യും? പോലീസ് പിടിക്കുന്നത് 12 മിനിറ്റിലാണ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എത്ര സമയത്ത് പിടിക്കുമെന്നല്ല, അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്ര സമയം കൊണ്ട് പിടിക്കുന്നു? അപ്പോൾ 60 മിനിറ്റിൽ പോലീസ് 12 കിലോമീറ്റർ ഓടും. നമുക്ക് എത്ര മിനിറ്റിൽ പോകുന്ന ദൂരമാണ് വേണ്ടുന്നത്? 12 മിനിറ്റിൽ പോലീസ് ഓടുന്ന ദൂരം മതി. 12/5 ചെയ്യുക. 2 2/5 2.4 കിലോമീറ്റർ ആയിരിക്കും ആര് ഓടുന്നത്? നമ്മളുടെ പോലീസ് ഓടും. എങ്കിൽ 12 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും? ആ പരിപാടി തരും. വളരെ ഈസി ആയിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഈ ക്വസ്റ്റ്യൻ എന്താണ്? പേന എടുക്കാതെ നിങ്ങൾക്ക് പെൻ ഫ്രീ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യും. പെൻ ഫ്രീ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 400 മീറ്ററിന്റെ ഗ്യാപ്പ് ഉണ്ട്. 60 മിനിറ്റിൽ 12 വെച്ചാണ് 2 കിലോമീറ്റർ ആണ് ഓടുന്നത്. 60 മിനിറ്റിൽ 2000 ആണെങ്കിൽ എത്ര മിനിറ്റ് മതി? 2000ന്റെ ബൈ 5, 60/5 12 മിനിറ്റ് മതി. 12 മിനിറ്റ് കൊണ്ട് പോലീസ് എത്ര ഓടും നോക്കിയാൽ മതി. 12 കിലോമീറ്റർ ആണ് 1 മണിക്കൂറിൽ. അത് ഇൻറ്റു 12 60 മിനിറ്റിൽ 12 ആണെങ്കിൽ 12ൽ എത്ര? 12/5. ഈസി ആയിട്ട് പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 10ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അടുത്തൊരു ക്വസ്റ്റ്യൻ, എ ഗ്രൂപ്പ് ഓഫ് മെൻ ഡിസൈഡഡ് ടു ഡു എ ജോബ് ഇൻ 11 days ബട്ട് 16 men left the work after each day. The work as a result got completed in 15 days. How many men were there initially in the group? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ ഇതും ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ് ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പറയുക. നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു പോവാം. എല്ലാവർക്കും താങ്ക് യു. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഇപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞത് എന്ത് ചെയ്യുക? അത് എടുത്ത് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. ഓക്കെ, എല്ലാ ക്ലാസ്സും അവൈലബിൾ ആണ്. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. CGL സമയത്ത് തന്നെ നടക്കും എന്നുള്ള രീതി തന്നെ എല്ലാവരും പഠിക്കുക. സമയത്ത് തന്നെ. ഓക്കെ.